നമുക്ക് ഈശ്വരനുണ്ട് കൂട്ടിന്, വിഷമിക്കണ്ട. ഇപ്പൊ ടാക്കീസ് പൂട്ടിച്ചവരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും. സന്തോഷിക്കട്ടെ. നമ്മളോട് ചതി ചെയ്തവരെ ദൈവം വിടില്ല മക്കളെ. എന്താ ഇതൊക്കെ? എന്റെ കർത്താവേ, എന്തിനാ ഇത് നിങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് ആപത്ത് വന്നാലും ഞാനും പാപ്പച്ച മുതലാളി കൂട്ടിനില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ? അല്ല ഞങ്ങൾക്ക് ഞാൻ അന്വേഷിച്ചിടത്തോളം കേസിന്റെ ഇപ്പോഴത്തെ ഗതി അനുസരിച്ച് ആ കേസ് ഇനി തുറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അഴിമതി, നികുതി വെട്ടിപ്പ് തുടങ്ങിയ വലിയ കുറ്റങ്ങള്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. മുതലാളിയുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് പുഷ്പം പോലെ ഒതുക്കി തീർക്കാൻ മുതലാളിക്ക് പറ്റും. പക്ഷെ അതിന് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. എന്റെ പൊന്നു മോളെ, മനസമാധാനമില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ നശിച്ച ടാക്കീസ് ആർക്കെങ്കിലും വിറ്റ് തൊലച്ചൂടെ? ഇനി വാങ്ങാൻ ആളില്ലെങ്കിൽ മുതലാളി വാങ്ങിച്ചോളൂ. ഇറങ്ങണോ? ഇറങ്ങാന് ഇയാളോട് പറഞ്ഞാ മനസ്സിലാവും. ഇറങ്ങിക്കോ മുതലാളി. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നെഞ്ചത്തെറിയുന്ന പൊങ്കാലിടുവാണോ? അപ്പൊ ഞങ്ങളുടെ സഹായം വേണ്ട. സഹായം പോലും എന്നാ കേട്ടോ, നിനക്കിതൊക്കെ വന്നാ പോരടി. എനിക്ക് ഈ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഈ ടാക്കീസ് തുറപ്പിക്കില്ലടി. ഞാനാ പറയണത്. ഞാനോട് കൂടിയാ പറയുന്നത്. ചായക്കട ഞാൻ കത്തിക്കും. നിങ്ങൾ അടുത്ത ആഴ്ച വന്നാ മതി. എന്തോ പത്രത്തിലുണ്ടായിരുന്നോ? എടോ, മന്ത്രിസഭ എന്തെങ്കിലും തീരുമാനിച്ചാ അത് നടത്തണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാ. മനസ്സിലായില്ലേ? ഏതവനാ സാറേ? എടോ, ആ ഗോപാലകൃഷ്ണൻ. ഓ, കഴിഞ്ഞ മഴക്കാലത്ത് അവന്റെ വീട്ടിലെ പശു തെങ്ങ് വീട് ചത്തിലിടോ. അവന് സഹായം വേണോന്ന്. എന്ത് സഹായം? ഇതെന്താ പണ്ടാരോളൂ. നമ്മളെ കാണേണ്ട വിധം കണ്ടാലേ ഫൈന് നീങ്ങൂ. അതിനാണോ അതിന് ശരി? സമതം തോമസ് ഒന്ന് നിൽക്കണം. മഹാരാജ ടാക്കീസിൽ ഇവിടുന്ന് സീൽ ചെയ്യാത്ത ഒരു ടിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താണ് പഞ്ചായത്ത് ഓഫീസിനും ടാക്കീസിനും ഇടയിൽ സംഭവിച്ചത്? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അപ്പൊ പോലീസിന് പെറ്റീഷൻ കൊടുത്ത ആരാണ്? അത് സെക്രട്ടറിയായ ഞാനല്ല. എന്റെ അറിവോടെ എല്ലാ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഞാൻ ലീവായിരുന്ന ദിവസം തന്നെ അത് ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണ്? നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഹലോ, വേണു സാറോ? നമസ്കാരം. ഞാൻ വീട്ടിലുണ്ട്. യത്തീംഖാനയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താണ് സാർ, കോളോ? എന്നാ ഞാൻ വരുന്നു. 5 മിനിറ്റ്. ഓക്കെ സാർ. പടച്ചോനെ, ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. പോകാം. എടി, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? അപ്പൊ യത്തീംഖാനെ പോണ്ടേ? എടി, സെക്രട്ടറിയാ വിളിച്ചത്. ഒരു കോൾ എത്തു വന്നിട്ടുണ്ട്. പടച്ചോനെ, ഇക്കാക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും തടയണേ. വിളിച്ചു വരുത്തിയിട്ട് ഗുണ്ടായുസം കാണിച്ചാലുണ്ടല്ലോ, പഞ്ചായത്തിലെ കൊണാപ്പനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വേണ്ട, അതിനെ കാണിച്ചിട്ടൊന്ന് കുരയ്ക്കുന്നുണ്ടോ? മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ ആക്ഷേപിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ. തോമസേ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നോ രക്ഷ. എല്ലാം കൈവിട്ടു പോയി പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായോ ആ കുടുംബത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്? എന്റെ പൊന്നു സാറേ, എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പുറത്താരും ഇതറിയരുത്. ഇനി ഒട്ടും വൈകിക്കണ്ട. കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കണം. വണ്ടിയറോ കേട്ടോ വേണു സാറേ, കൃത്യസമയത്ത് സാർ ഇടപെട്ടുകൊണ്ടാണ് ആ വിമലക്ക് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസ് അവർക്ക് പ്രതികൂലമായിട്ട് മാറിയാനെ. ഒരു മിനിറ്റ്. ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ. കുറെ നാളെ നീ മുട്ടുകാലൊക്കെ പ്രവർത്തിച്ചിട്ട്. താങ്ക് യു സർ. താങ്കളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എങ്ങനെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് കേസ് തെളിയിക്കുമ്പോഴേക്കും വരത്തില്ലേ ഒരവകാശ കമ്മീഷന്മാര്? അത് നേരെ. പക്ഷെ ഈ SI അമ്മണി രായന്റെ അടുത്ത് ഒരു പണി നടക്കില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, ചീറ്റപ്പുലി. ഞാൻ പുലിയാന്ന് പറയുമ്പോ എല്ലാരും പോവോ. ബഷീർ അവിടെ നിൽക്കേ വരട്ടെ. സാർ ഇറങ്ങിക്കോളൂ. സാറിന് ഞാനൊരു കാർഡ് തരല്ലേ? അതുണ്ടോ? ഉണ്ടോ, എന്തിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ശരി. ഞാൻ തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ അതോ? വേണ്ട സാറേ, വേണ്ട. എന്നാ കുറച്ച് ചിക്കന് മുടക്കേണ്ടി വരും. എത്ര വേണേലും മുടക്കാം. സത്യം. വേദനൊന്നും എടുത്തില്ലല്ലോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായി. എന്റെ കർത്താവേ, ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോള് തടയുന്നത്. നിനക്ക് സ്തുതി. ഇന്ന് ഞാനൊരു ഫുൾ മെഴുകുതിരി കത്തിക്കും. സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വേണു. നമ്മൾ തമ്മിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത എന്റെ കടമയാണ്. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. വേണു പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എത്ര നാൾ? എനിക്കറിയില്ല വേണു. അനിയത്തിമാർക്കൊരു ജീവിതം, അത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. വേണുവിന് വേണം ഒരു കുടുംബം, കുട്ടികൾ, എല്ലാം. നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണു എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ചെല്ലട്ടെ വേണു, സമയമായി.
ഒരു നിമിഷം. ഇപ്പൊ എന്നെക്കുറിച്ച് പറഞ്ഞൊന്നുമല്ല ആ മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും എത്ര വൈകിയാലും ആ മനസ്സിലെ തീരുമാനം മാറ്റാൻ തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ സ്വാമിനാഥൻ എന്ന യുവ ബോർഡ് തൂക്കിയാലും ഇല്ലെങ്കിലും ആരും ഇങ്ങോട്ട് കയറത്തില്ല. നേരിട്ട് ഗോഷ്ഠി കാണാൻ സൗകര്യമുള്ളപ്പോ എന്തോന്നിനാ സിനിമ? റോഡ് മുഴുവൻ കമല സർക്കസുകാരുടെ പോസ്റ്ററാ. എല്ലാം നമ്മുടെ പോസ്റ്ററിന് മീതെ ഒട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാ നമ്മൾ എന്ത് ചെയ്യും വിമലെ? സർക്കസുകാർ 1-2 മാസം കൂടെ ഉണ്ടാവുമെന്നാ കേൾക്കുന്നത്. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അയിടാ മതൊക്കെ ഒന്ന് പൂട്ടിയരെ. ഹോ, എന്റെ കർത്താവ് തമ്പുരാനെ, വല്ല കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ വരുത്തി ആ സർക്കസുകാരെ മൂടോടെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോണേ. അവര് പാവങ്ങള്. ആ പാവങ്ങള്, ആ പാപ്പച്ചന്റെ കുഞ്ഞായ്മത്തരോ ഇതൊക്കെ. ഞാൻ അന്നേ പറഞ്ഞതാ വെളുവെടുക്കാൻ തുടങ്ങിയപ്പോഴേ നിലയ്ക്ക് നിർത്തണോന്ന്. അന്ന് കേട്ടില്ല. അന്ന് വിമല പറഞ്ഞത് നമ്മളെല്ലാം പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളല്ലേ എന്ന്. എന്നിട്ടിപ്പൊ എന്തായി? ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിമല എന്നേ കൊച്ചുങ്ങൾക്ക് കഞ്ഞിയും കൊടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് പൂട്ടി താക്കലും കൊണ്ടങ്ങ് പൊയ്ക്കോളാം. മുതലാളി എന്റെ ദൈവമാ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്ത് വേലക്ക് പോണെന്നൊരു എത്തും പിടിയില്ലാതെ നിൽക്കുമ്പോഴാണ് എന്റെ മുതലാളി ഈ പണി എന്നെ ഏൽപ്പിച്ചത്. ആളുകൾ എങ്ങനെ ഉണ്ടായത് ശിവ? ആളെങ്ങനെ ഉണ്ടായിരുന്നെന്നാ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം റിലീസ് ഉണ്ടാകുന്ന ആളില്ലേ, അതിന്റെ ഇരട്ടിയായിരുന്നില്ലേ? സംഭാവന പിരിക്കണ്ടെന്ന് മുതലാളി പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ പാത്രം നിറയെ ചൊള വീണേനെ. ആണോ? പിന്നല്ലാണ്ട് ഷോ കാണാൻ ആളില്ലാണ്ട് ടാക്കീസ് പൂട്ടിയിട്ട് 1 അല്ല 2 ഷോ നടന്നില്ല. ഇങ്ങനെ പോയാൽ അവളന്മാരുടെ കാര്യം കട്ട പോകാം. അപ്പൊ എന്റെ കണക്കുകൂട്ടൽ പഴച്ചില്ല. 1-2 മാസം ആളില്ലാതെ ടാക്കീസ് പൂട്ടിയിട്ട് അവളുമാരവിടെ ഈച്ച അടിച്ചിരിക്കും. മുതലാളി, എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസുകാർ മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് വിളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമലി ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ ഞാനിന്ന് മുതലാളി, ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്കുകൊണ്ടുവരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയൂ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? പാവം മുതലാളി, കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനൊരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ? ജോലി 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 പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ വായിട്ടലപ്പിക്കുന്നേ? ചേച്ചി, എന്നാലും ഒരെന്നാലും ഇല്ല. ഓരോ ദിവസവും ടിവിയിലും പത്രങ്ങളിലും ഒക്കെ എന്തൊക്കെ വാർത്തകളാ വരുന്നത്. ബസ്സിൽ പീഡനം, ട്രെയിനിൽ പീഡനം. പെൺപിള്ളാരെ പുറത്തേക്ക് വിടാൻ തന്നെ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പേടിയാ. എന്തിന്? സ്കൂളിൽ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കൊച്ചിനെ വിടാൻ പോലും പേടിക്കുന്ന കാലമാ. പിന്നെങ്ങനാ? അതുകൊണ്ട് തൽക്കാലം എന്റെ മോള് ജോലിക്കൊന്നും പോണ്ട. ചേച്ചി, ഇത് UK ഒരു കമ്പനിയുമായി ടൈപ്പ് ഉള്ള സ്ഥാപന. തന്നെയോ അല്ല, ചേച്ചി കരുതുന്ന പോലെ എല്ലാ ജോലി സ്ഥലത്തും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടെ പോയാലും നമ്മൾ നമ്മളെ സ്വയം ശ്രദ്ധിച്ചാ മതി. അതൊക്കെ ശരി തന്നെ, എന്നാലും വേണ്ട, ശരിയാവൂല. പാർലമെന്റിൽ പുതിയ വനിതാ ബില്ല് പാസാക്കിയത് ചേച്ചി അറിഞ്ഞില്ലേ? ഏത് ജോലി സ്ഥലത്താണേലും ഇനി ഒരുത്തന്നെ വിളച്ചിൽ സ്ത്രീകളോട് നടക്കില്ല. നടന്നാലേ അപ്പ വിവരം അറിയും. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനാ വല്ലപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കണമെന്ന് പറയുന്നേ. അതെ, എത്ര ബില്ല് ആരൊക്കെ എവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി പാസാക്കിയെന്ന് പറഞ്ഞാലും ശരി, ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചേച്ചി ഇത് എന്തിനുള്ള പുറപ്പാടാ? ദേഗങ്ങേ,
എന്റെ പൊന്നു ചേച്ചി, വെറും 8 വേക്കൻസിക്ക് വേണ്ടി 200ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നേ. അതിൽ നിന്ന് ഇന്റർവ്യൂന്ന് വിളിക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യമല്ലേ? ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടണമെന്നില്ല. എനിക്കും അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം എല്ലാവരോടും പറയാ, ഈ കാര്യം മേലിലൂടെ പറയരുത്. മനുഷ്യന് മനസ്സമാധാന പ്രധാനം കേട്ടാ. ജോലി സ്ഥലത്തൊക്കെ കുഴപ്പമത്രേ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ആരും ജോലിക്ക് പോകുന്നില്ലേ? എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുക. പെരുന്തച്ഛന്റെ സ്വഭാവം വേറെ ആരും. ഗംഗേ, പോടി അവിടുന്ന്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മനസമാധാനത്തോടെ ഒരു സിനിമ കാണാൻ സമ്മതിക്കില്ല. ശല്യങ്ങള്. ഗൗരി ചേച്ചി, എന്താ എന്തു പറ്റി? കാണുന്നില്ലേ? നല്ല സിനിമയാണല്ലോ. ഞങ്ങള് പോവുക വിമലെ. ഞങ്ങൾക്ക് സിനിമയും കാണണ്ട, ഒന്നും കാണണ്ട. ആഭാസന്മാര്. അയ്യോ നിക്ക്, പോവാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, നിങ്ങൾ 4 ആളും ഒന്ന് പുറത്തേക്ക് വരുമോ? എന്തിനാ? അല്ല, ഒരു കാര്യം പറയാനായിട്ടാ. വന്നാട്ടെ സാർ, വരൂ. എന്താ കാര്യം പോയി നോക്കില്ല. വരാം മോളെ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ്, ഇത്തിരി തമാശയൊക്കെ ആവാം. പക്ഷെ കാണാൻ വരുന്ന മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന മോശമല്ലേ? ഓ വരട്ടെ വരട്ടെ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടല്ലേ പടം കാണാൻ വരുന്നേ? അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ. വലിയ കെട്ടിലമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്ന് TV കണ്ടാ പോരെ. തിയേറ്ററിലാവുമ്പോ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അതെ, ഞാൻ ഈ പ്രായം മുതൽ ടാക്കീസ് നടത്താൻ തുടങ്ങിയതാ. വെള്ളം ഒന്നുകൂടെ ചെലവാകത്തില്ല. പടാ. അല്ല പിന്നെ നാളെ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാനും വരാം. അപ്പൊ നാളെ കാണാം. ഓക്കെ. ആ ഭരതന്റെ വാക്കും കേട്ട് പാപ്പച്ചൻ മുതലാളിക്ക് വേണ്ടി വിമലയോട് ഉടക്കാൻ പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നാലും അവള് ചാടിക്കേറി അടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലെ ഞാൻ അവൾ എന്റെ വലയിൽ തന്നെ വന്ന് ചാടും. അല്ല പിന്നെ ദേ നോക്കിയേ, ആരാ വരുന്നെന്ന്. നിന്റെ ചേച്ചി എന്റെ കവളിൽ നിന്ന് തല്ലി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ നൊമ്പരം മാറണമെങ്കിൽ നീ വിചാരിക്കണം.